എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോഴേക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് കൊടുത്തൊരു ചെറിയൊരു സർപ്രൈസ്, അതിൻ്റെ വീഡിയോ ആണിത്. അവളുടെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ 25th ബർത്ത്ഡേക്ക് 25 ഗിഫ്റ്റ്, അതായിരുന്നു എൻ്റെ പ്ലാന് ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് തിരക്കും കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതെല്ലാം കൂടെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം, അവൾ സർപ്രൈസ് ആവുമോ അതോ ഞാൻ സർപ്രൈസ് ആവുമോ ഒന്നും അറിയില്ല. അപ്പോൾ അതെ, ഞാൻ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവളെ വിളിക്കണം. അവളും താഴെ ഉള്ളത്, എങ്ങനെ ഇവിടെ എത്തിക്കുന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതെ, എൻ്റെ കൂടെ അനാവിയോ. അപ്പോൾ ഞങ്ങളിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവളെ വിളിക്കണം. എന്താവുമെന്ന് അറിയില്ല, സർപ്രൈസ് ആവുമോ എന്നാലും കണ്ടറിയാം. ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അല്ലേ അനാവി? ഞാൻ ജസ്റ്റ് അവളുടെ ഞങ്ങളൊക്കെ കുറേ ഫോട്ടോസൊക്കെ വെച്ച് ചെറിയ രീതിയിലൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ബലൂൺ വാങ്ങിയത്, അയ്യോ അതെനിക്ക് പണി തന്നു, അതായില്ല. അയ്യോ ഒരു ഫോട്ടോ വീണുപോയി. അനാമേതെടുത്ത് വെക്കൂ. കാറ്റ് ഫാൻ ഇട്ടതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്നും അറിയില്ല. ജസ്റ്റ് നോക്കാം. എന്തായാലും വോയിസ് ഓവർ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മേലെ സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം അധികം ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിൽ ആദ്യം വന്നപ്പോൾ തന്നെ പ്രജിയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഹരിതയോടും സൂചിപ്പിച്ചിട്ടുണ്ടായി. വേറെ ആരും അറിയില്ലായിരുന്നു. അപ്പം ഇതൊരു തരത്തിലും ഫ്ലോപ്പ് ആവരുത് എന്ന് എനിക്ക് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തൊരു സർപ്രൈസ് ആയിരുന്നു ഇത്. ആമിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അവൾ നാട്ടിലുണ്ടാവില്ലായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അന്ന് രാവിലെ തന്നെ ഇവരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടി വന്നിട്ടാണ് സർപ്രൈസ് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അവൾക്കാണെങ്കിൽ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ സർപ്രൈസ് ആക്കിയതില്ല. ഒരു തരത്തിലുള്ള ഒരു പ്ലാൻ ഒന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചെ 4:30 ചിന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ എഴുന്നേറ്റായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കണം, എല്ലാവരും വരുന്നതായിരിക്കുമെന്ന്. ഫോൺ ഹോൾഡർ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിനിടയിൽ ചെറുതായിട്ടൊന്ന് പണി വാളിയിട്ടുണ്ടായിരുന്നു. ചിന്നുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അനാമി ഇവരൊക്കെ ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പം അനാമിയുടെ ഭാഗത്തുനിന്ന് ചിന്നുവിന് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാവ അറിയാതെ പറഞ്ഞുമായിരുന്നു. പക്ഷേ ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല. അവൾ വിചാരിച്ചത് ചെറിയ എന്തോ ഒരു കേക്ക് കട്ടിംഗ് ആണെന്ന് വിചാരിച്ചത്, വേറെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. വെറുതെ ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഇതാക്കരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിൽ 5 ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് നീ എന്താണോ വാങ്ങാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നീ അതിനോട് പറ,
ഞാൻ ഓൺലൈനിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് അവൾക്ക് ചുരിദാർ സെറ്റ് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടി മീഷോയിലിരുന്ന് കുറേ ചുരിദാർ സെറ്റ് നോക്കിയെങ്കിലും അവൾക്ക് അധികം ഇഷ്ടപ്പെടുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ അവൾ പറഞ്ഞത് അവൾക്ക് ക്ലിപ്പ് വേണമെന്നായിരുന്നു. ഫ്ലവറിൻ്റെ ക്ലിപ്പും ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പും. പിന്നെ അവൾക്ക് സാരിയുടെ ഒരു ബ്ലൗസും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അവൾ സെലക്ട് ചെയ്തതായിരുന്നു. പിന്നെ എന്തോ ഒരു സാധനം കൂടി ആയിട്ടുണ്ടായിരുന്നു അവൾ മീഷോയിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ബാക്കിയൊക്കെ ഞാനായിട്ട് വാങ്ങിച്ചതായിരുന്നു. എനിക്ക് സർപ്രൈസസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ജീൻസ് ടൈറ്റ്നറായിരുന്നു. ലാസ്റ്റ് മന്ത് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലത്തെ ഒന്ന് വാങ്ങണമെന്ന്. അപ്പം ഞാൻ അത് ഓർത്തിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആമിയായിരുന്നു കേട്ടോ. ഇത് ഫ്ലവർ ഷേപ്പിൽ വരുന്ന ക്ലച്ചസ് ആയിരുന്നു, ഒരു 3 വരുന്നത്. ഇതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ളതും ഉണ്ടായിരുന്നു. അതും അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ക്ലിപ്പിന് പകരം വന്നത് സ്ക്രഞ്ചി ആയിരുന്നു. പിന്നീടാണെങ്കിൽ അത് റിട്ടേൺ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പിന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന്. ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതായിരുന്നു. വാങ്ങുന്ന ടൈമിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കൈ കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. ചിന്നുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസമായി. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ആയത്. ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് തന്നെ ഇൻഷോട്ടിൽ ഡ്രാഫ്റ്റിൽ കിടക്കാന്നോട്ട് എത്ര കാലമായി എന്നറിയോ. വോയിസ് ഓവർ ചെയ്യാൻ എടുക്കും, പക്ഷേ കുറച്ച് ചെയ്യും പിന്നെ അവിടെ ഇടും. അപ്പോൾ ഒന്നെന്തായാലും ഞാൻ വിചാരിച്ചു ഇനി തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിന്നു ഇടയ്ക്കിടയ്ക്കേ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് മുന്നേ എങ്കിലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോയിൽ ഗിഫ്റ്റൊന്നും നല്ല ക്ലിയറായിട്ട് കാണുന്നില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുഞ്ഞ് ഓർഗനൈസറാണ്. ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. എന്തായാലും അൺബോക്സിങ് വീഡിയോ ഇതോടുകൂടി തീരുന്നില്ല.
ഇനി ഒരു അൺബോക്സിങ് വീഡിയോ കൂടി വരാനുണ്ട്. അത് ആമിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെയാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ഒരു നല്ല കലാപരിപാടിയാണ്. ഇപ്പം തന്നെ എൻ്റെ ചുറ്റും എൻ്റെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴും ഓരോരുത്തരും ഇങ്ങനെ എത്തി എത്തി നോക്കുമായിരുന്നു എന്താ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഏതൊക്കെ ഗിഫ്റ്റ് ഏതൊക്കെ ബോക്സിലാണ് വെച്ചെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോന്ന് തുറക്കുമ്പോഴും എനിക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു. സർപ്രൈസ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഗൈസ്. അവസാന നിമിഷം മനാമി ചെറിയൊരു പണി തന്നെങ്കിലും സർപ്രൈസ് വിജയകരമായി. ഞാൻ ഈ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്തത് എൻ്റെ റൂമിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനാമി ഡെയിലി വരുമ്പോൾ ചോദിക്കുമായിരുന്നു, ചേച്ചി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാ ഇത്രക്കാരും ഗിഫ്റ്റ് ഉള്ളതെന്ന്. ഞാൻ ആദ്യമൊക്കെ ഓരോരോ കള്ളം പറഞ്ഞ് ഇതാക്കി. പിന്നെ ഞാൻ പറഞ്ഞു യാമിയുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു ചെറിയ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എന്നിട്ട് ഈ സർപ്രൈസ് കൊടുക്കുന്ന അന്ന് രാവിലെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചിന്നേച്ചിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. പിന്നെ ആൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ മതി, ഇതൊക്കെ ചിന്നേച്ച് പൊളിച്ച് നോക്കുമ്പോൾ എനിക്ക് കാണാം. ഇതൊക്കെ ആരും കാണാതെ വയ്ക്കുക എന്നുള്ളത് ഭയങ്കരമായൊരു ടാസ്ക് ആയിരുന്നു. കുറേ ബോക്സൊക്കെ ഞാൻ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. കാരണം ചിന്നു ആണെങ്കിലും വന്ന സമയത്ത് നേരെ റൂമിലെങ്ങാനും കയറി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പണിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം പുറത്ത് കാണാത്ത വിധം മൊത്തത്തിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കുറേ ദിവസത്തേക്ക്. അന്ന് രാവിലെ അവളെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. അവളെ ഫ്രഷ് ആവാൻ പോകുന്ന ടൈമിൽ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഈ ഒരു ചുരിദാർ സെറ്റ് അവൾ സെലക്ട് ചെയ്തതായിരുന്നു. ഈ ചുരിദാർ സെറ്റ് അവൾക്ക് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ചുരിദാർ സെറ്റ് ഇട്ടേക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയായിരുന്നു, അപ്പോൾ ഇട്ടത്. ഇതിലങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാം കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിരുന്നു. ഇതെൻ്റെ ലാസ്റ്റ് മിനിറ്റ് പേർച്ചേസ് ആയിരുന്നു. അവൾ വരുന്നതിൻ്റെ തലേ ദിവസം എങ്ങനെയായിരുന്നു ഇത് പോയിട്ട് വാങ്ങിയത്. ഈ മെറ്റീരിയൽ വെച്ചിട്ട് അവളൊരു കുർത്ത സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് അതായിരുന്നു ബർത്ത്ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചിന്നുൻ്റെ കയ്യിൽ ആദ്യം ഇതുപോലത്തെ ഒരു കുഞ്ഞു മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ഇത് വാങ്ങിയത്.
ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഞാനിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സർപ്രൈസ് കൊടുക്കാൻ അടുപ്പിച്ചുള്ള ഒരു 2-3 ആഴ്ച നല്ല രസമായിരുന്നു. എന്തൊക്കെ ഗിഫ്റ്റ് വാങ്ങണം, ഇതെങ്ങനെ പ്ലാൻ ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് നല്ല രസമായിരുന്നു. ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം പ്രജേട്ടൻ തന്നെയാണ്. നമ്മളൊരാൾക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് കാണുമ്പം വേറെ തന്നെ ഒരു ഫീലാണ് എനിക്ക്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴേക്കും മിക്കവാറും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ മൊത്തം കളറാക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല എന്നല്ല, ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ. എന്തായാലും ചിന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഒരു പൊടിക്ക് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇത്തിരി കൂടുതലായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഗതി കഴിയുന്നത് വരെ എനിക്ക് ഊണിൽ ഉറക്കത്തിലൊക്കെ അത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും അത് അത്രയും നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ആണെങ്കിലും യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഇതിലവിടെ കിടക്കും. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു മെമ്മറി ആയിരിക്കും. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ അവളും മറക്കില്ല, ഞാനും മറക്കില്ല. എനിക്ക് എൻ്റെ ബർത്ത്ഡേ എത്രമാത്രം സ്പെഷ്യലാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേയും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ നടക്കും, ചിലതൊന്നും നടക്കാറില്ല. സർപ്രൈസ് എന്തായാലും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. രാത്രി ആമിയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു കേക്ക് കട്ടിംഗ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ആൾ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും മിക്കവാറും അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ 25ാമത്തെ ഗിഫ്റ്റും അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതിലെല്ലാ ഗിഫ്റ്റും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചേച്ചിക്ക് പ്രത്യേകമായ ഒരു താങ്ക്സ് പോലെ. അങ്ങനെ എൻ്റെ സർപ്രൈസ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഗൈസ്. സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ എല്ലാവർക്കും അപ്പൊ അത്ര തന്നെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.